നിക്ഷേപകരെ പ്രതിസന്ധിയിലാക്കി വീണ്ടും കണ്ടല സർവീസ് സഹകരണ ബാങ്ക്. MDS ചിട്ടിത്തുക ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നവർക്ക് വാഗ്ദാനം ചെയ്ത പലിശ നിക്ഷേപത്തിൽ നിന്ന് തന്നെ ഈടാക്കിയെന്ന് പരാതി. ചിട്ടിയുടെ കാലാവധി പൂർത്തിയാക്കി പണം ബാങ്കിൽ നിക്ഷേപിച്ചവർക്കാണ് ലക്ഷങ്ങൾ നഷ്ടമായത്. ₹10 ലക്ഷം MDS ചിട്ടിയിൽ ചേർന്നിരുന്ന നിക്ഷേപകരിൽ ചിട്ടിയടച്ചവരിൽ ഭൂരിഭാഗവും ഈ തുക കണ്ടല ബാങ്കിൽ തന്നെയാണ് നിക്ഷേപിച്ചിരുന്നത്. 10,000 രൂപയാണ് ഒരു മാസത്തെ ചിട്ടിയുടെ അടവ് വരുന്നതെങ്കിൽ 5,000 രൂപ നിക്ഷേപ തുകയുടെ പലിശയായി ലഭിച്ചിരുന്നു. ബാക്കി വരുന്ന 5,000 രൂപ നിക്ഷേപകന് ചിട്ടിയടവിനായി കണ്ടെത്തിയാൽ മതിയാകും. ബാങ്കിന്റെ നിർദ്ദേശമനുസരിച്ചാണ് നിക്ഷേപകർ ഈ തിരിച്ചടവ് ഫോർമുല സ്വീകരിച്ചിരുന്നത്. എന്നാൽ അടുത്തിടെ ചിട്ടി അടച്ചു പൂർത്തിയായവർ നിക്ഷേപ തുക പിൻവലിക്കാനെത്തിയപ്പോഴാണ് വഞ്ചിക്കപ്പെട്ടതായി മനസ്സിലാകുന്നത്. ഇൻട്രസ്റ്റ് ആണ് ചേർത്ത് തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ വേണമെങ്കിൽ ഇൻട്രസ്റ്റ് കൂടിപ്പോയെന്നുള്ള നിലയ്ക്ക് അങ്ങനെ വല്ല സംഘത്തിനോ വല്ലതുണ്ടെങ്കിൽ 0.5%, 1%, 1.5% കുറച്ചിട്ട് ബാക്കി നമുക്ക് തരാൻ അർഹതപ്പെട്ടതാണ്. ഏത് നിയമത്തിൻ്റെ ഇതായാലും കൂടുതൽ പലിശ കൊടുത്ത് ബാങ്ക് പൊളിഞ്ഞു എന്നുള്ള ആ ഒരു ധാരണ ആണെങ്കിൽ അത് കുറയ്ക്കാമല്ലോ. എന്നാൽ 1.5% കുറയ്ക്കുക. ഇത് മൊത്തത്തിലെ ആൾക്ക് പലിശ കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അങ്ങനെ ബാക്കിയാണ് തന്നത്. അതും അക്കൗണ്ട് ബുക്കിലാക്കി ഭയങ്കരമായ പ്രയാസപ്പെടുത്തിക്കൊണ്ടാണ് നമുക്ക് എത്തിയതിനും തന്നെ ഒരു ഇതില്ലായിരുന്നു. കാരണം ഭയങ്കരമായ നഷ്ടം ഇത് നമുക്കുണ്ടായതുപോലെ ഇനി വേറെ ഒരാളിനും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ബാങ്കിൻ്റെ പേരിൽ വലിയ ആത്മഹത്യകളും തകർച്ചകളും ഒക്കെ ഉണ്ടാവും. തീർച്ചയാണ്. കാരണം ഇതൊക്കെ വളരെ ദ്രോഹമാണ്. ആളുകൾ ഭയങ്കരമായി ദ്രോഹിച്ചു. സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാറുടെ നേതൃത്വത്തിലെടുത്ത തീരുമാനത്തിൽ മാറ്റം വരുത്താൻ കത്ത് നൽകിയിട്ടുള്ളതായാണ് ബാങ്കിന്റെ വാദം. തങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും പണം പിടിക്കുമ്പോൾ പക്ഷേ ഇക്കാര്യങ്ങളൊന്നും നിക്ഷേപകർ അറിയുന്നില്ല എന്നതാണ് വസ്തുത. കോടികളുടെ ക്രമക്കേടിൽ പ്രതിസന്ധിയിലായ കണ്ടല ബാങ്കിൽ നിക്ഷേപകരുടെ തുക ഉറപ്പാക്കാൻ സമിതിയെ നിയോഗിച്ചിരിക്കെയാണ് ഇത്തരത്തിൽ നിക്ഷേപകരിൽ നിന്നും ലക്ഷങ്ങൾ ബാങ്ക് തട്ടിയെടുക്കുന്നത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.